ശ്രീമതി ഐജിമിനെ, ഇപ്പോൾ ശരിയാണ്, ഒരു കോൺക്ലേവ് ആണ്. നമ്മൾ കണ്ടുപഠിക്കണമെന്ന് വിചാരിക്കുന്ന ഒരുപാട് മനുഷ്യർ, നമ്മളെ സഹായിക്കുമെന്ന് കരുതുന്ന സംവിധാനത്തിൻ്റെ പ്രതിനിധികൾ എല്ലാവരും ഉണ്ട്. പക്ഷെ അവിടെ ഇത്രയും പിന്തിരിപ്പനായിട്ടുള്ള ഒരു ആശയ പ്രചാരണം ഉണ്ടാകുന്നു. ഇത് ഉറക്കെ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ, ഇതിങ്ങനൊരു വേദിയിൽ നിന്ന് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. ഇത് പതുക്കെ പറയുന്നതും ഇത് മുറുമുറുക്കുന്നതും ഇത് പ്രാവർത്തികമായി കൊണ്ടുവരുന്നതും അങ്ങനെ എത്ര കണ്ടിട്ടുള്ളവരാണ് ഇവിടുത്തെ സ്ത്രീകൾ. അതിനെയൊക്കെ അതിജീവിച്ച് തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളവരാണ്. അവർക്കിത് എനിക്ക് തോന്നുന്നു വലിയ തിരിച്ചടിയല്ല എന്ന്. അതെ, ഇത് തന്നെയാണ് ഈ ഒരു ബോധമാണ്, പൊതുബോധമാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് അറിവും നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു ചിന്തയാണ്. ഒന്നാമത്, ഈ പദ്ധതി പ്രകാരം വന്നിട്ടുള്ള ആരും ഒരു സുപ്രഭാതത്തിൽ എണീറ്റ് വന്നിട്ട് ഞാൻ സിനിമ ചെയ്തോളാം എന്ന് പറഞ്ഞു വന്നിട്ടുള്ള ആരുമല്ല. ഇവരുടെ സിനിമകളെല്ലാം ശ്രദ്ധിച്ചു നോക്കാം. പ്രത്യേകിച്ച് ഈ പരാമർശിക്കപ്പെട്ട സിനിമകൾ, ചുരുളായാലും അരികായാലും ഏറ്റവും മികച്ച സൃഷ്ടികളാണ്. അവരൊക്കെ എത്ര കൃത്യമായിട്ട് എത്ര കാലങ്ങൾ ഈ ഒരു സിനിമയുടെ ഒരു പാഷൻ്റെ പേരിൽ, ആ ഒരു പ്രൊഫഷൻ്റെ പേരിൽ എത്രത്തോളം അവർ ജോലികൾ ഉപേക്ഷിച്ച് എത്രത്തോളം സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ആണ് അവർ മുന്നോട്ട് വന്നിട്ടുള്ളത്. ശ്രീമതി പുഷ്പാവതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജെൻ സിക്ക് പൊയ്കയിലെ അപ്പച്ചനെ പരിചയപ്പെടുത്തി കൊടുത്തത്. കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. അപ്പോൾ കാണാത്ത വംശത്തിൻ്റെ ചരിത്രം, കാണാത്ത ആൾക്കാരുടെ അടയാളപ്പെടുത്തലുകളാണ് ഈ സർക്കാരിൻ്റെ ഇടപെടലിലൂടെ നടക്കുന്നത്. അതിന് സജീവമായിട്ട് തന്നെ സർക്കാർ ഇടപെടുന്നുണ്ട്. പക്ഷേ അതിന് ചില സഹായകരമാകേണ്ട ഗവൺമെൻറ് ബോഡീസിനെ നമ്മൾ എക്യുപ്പ് ചെയ്യണം. അത് നമ്മൾ തീർച്ചയായിട്ടും പറയുന്നുണ്ട്. മെൻറ്ററിങ് വേണ്ട എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ ഉടനീളം ആവശ്യപ്പെട്ടുന്ന ഒരു കാര്യം തന്നെയാണ് മെൻറ്ററിങ് എന്ന് പറയുന്നത്. മെൻറ്ററിങ് അല്ല ആവശ്യപ്പെട്ടിട്ടുള്ളത്, ഇത് നമുക്കാണ്, ട്രെയിനിങ് ആണ് ആവശ്യം. അപ്പോൾ എന്താണ് കുഴപ്പം? അതാദ്യം പറഞ്ഞിട്ടില്ല. ഈ വന്നിട്ടുള്ള ഒരു സിനിമകളും മോശമാണെന്ന് ഒരു അഭിപ്രായം വന്നിട്ടില്ല. ഏറ്റവും റീസെൻ്റായിട്ട് വന്നിട്ടുള്ളത് വിക്ടോറിയയാണ്. പല ഫെസ്റ്റിവലുകളിലും, അല്ല അവാർഡുകൾ മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ സിനിമയ്ക്ക് ഒരു അവാർഡും ലഭിച്ചിട്ടില്ല. എൻ്റെ സിനിമ സംസാരിക്കുന്നത് സ്ത്രീകളെക്കുറിച്ചാണ്. ഞാൻ ബ്ലാക്ക് ബ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കല ചെയ്യുന്നത്, നാടകം ചെയ്യുന്നത്, സിനിമ ചെയ്യുന്നത് അവാർഡിനോ ഒരു ബോഡീസിലും കയറി ഇരിക്കാനോ ഒന്നിനുമല്ല. ഞാൻ എൻ്റെ കലയെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ ജനതയെ സ്നേഹിക്കുന്നു. ഞാൻ വിദേശത്തായിരുന്നു, ഞാൻ തിരിച്ചു വന്നത് എനിക്ക് ഇവിടെ ജീവിക്കാൻ, കലാകാരിയായിട്ട് ജീവിക്കാനാണ്. അപ്പോൾ നമ്മുടെ ഒരു സ്വത്വം എന്ന് പറയുന്നത്, നമ്മുടെ സ്വത്വബോധത്തെ ചോദ്യം ചെയ്യുന്ന, നമ്മളെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്, ആ ഒരു പോളിസി ഉണ്ടാവുമ്പോൾ നമ്മൾ സെൻസേഷണൽ ആക്കേണ്ടത് ഇതല്ല. നമ്മൾ ചർച്ച ചെയ്യേണ്ടത് സ്ത്രീകളുടെ മാറ്റി നിർത്തപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ. സിനിമാ സെറ്റുകൾ നമ്മൾ സജീവമായിട്ട് 2 ദിവസം പലർക്കും സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അത് ആ ഒരു പോളിസി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇവിടെ ചന്തയിലും ഒക്കെ പോയ ഒരാൾ അവർക്കൊക്കെ മുന്നിൽ വരും, അവർക്കൊക്കെയും അഭിപ്രായം പറയാൻ പറ്റും. മിസ്റ്റർ സജി ചെറിയാൻ മിനിസ്റ്റർ പറയുകയുണ്ടായി, എല്ലാവർക്കും അഭിപ്രായം പറയാൻ അവസരമുണ്ടാകും. അങ്ങനെ ഒരു പോളിസി രൂപീകരണം ആദ്യമായിട്ട് ഇവിടെ ഉണ്ടാകുമ്പോൾ അതിനിടയിൽ ഈ ഒരു ഇതെന്ന് പറയുന്നത് ഇത് ജാതിബോധം തന്നെയാണ്. ഇത് ഞാൻ ആരോ ആണ് എന്നുള്ളതിൻ്റെ ബോധത്തിൽ മേൽക്കോയ്മ എന്ന് പറയുന്നത്. പിന്നെ ഈ ചർച്ചകളിൽ ഈ അഗ്രസീവ് ആകുന്നതല്ല. യു ഹാവ് എ പ്രോപ്പർ ഡിസ്കഷൻ. അതിൽ ചർച്ച ചെയ്ത് ഒച്ച വെച്ച് ആൾക്കാരുടെ ശബ്ദം അടിച്ചമർത്താൻ പറ്റില്ല. ഇനി ആരുടെയും അങ്ങനത്തെ ശബ്ദം അടിച്ചമർത്താൻ പറ്റില്ല.